നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കടുക്കുകയാണ്. ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം അത് എപ്പോൾ വേണമെങ്കിലും ഉടനുണ്ടാകും എന്നുള്ള സൂചനകൾ പ്രബലമാകുകയാണ്. ബെയ്റൂത്ത്, ടെൽ അവീവ്, തെഹ്റാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ആകെ പ്രതിസന്ധിയിലാണ്. ഇസ്രായേലിന് സുരക്ഷയൊരുക്കാൻ അമേരിക്ക ലെബോൺ യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് അയക്കുകയും ചെയ്തു. അമേരിക്ക ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ വ്യാപക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ്. ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള യൂറോപ്യൻ നീക്കം വിജയം കണ്ടില്ല. മേഖലയിൽ യുദ്ധഭീതി കടുക്കുന്നു. ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്നാണ്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും ഹിസ്ബുല്ലയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കും എന്നാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പ് ഏറ്റവും ഉയർന്ന സുരക്ഷാ നിർദ്ദേശമൊക്കെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിലുള്ളത്. മന്ത്രിമാർക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വിസ് എയർലൈൻസ്, ലുഫ്താൻസ, എയർ ഫ്രാൻസ്, ട്രാൻസാവി ഉൾപ്പെടെ വിവിധ വിമാന കമ്പനികൾ ടെൽ അവീവ്, തെഹ്റാൻ, ബെയ്റൂത്ത് സർവീസുകൾ റദ്ദാക്കി. ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെയുള്ള ആക്രമണവും കടുപ്പിച്ചിരിക്കുകയാണ്. തെഹ്റാന് മുന്നറിയിപ്പുമായി US, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങൾ രംഗത്തുണ്ട്. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിന് കൊടുക്കേണ്ടത് വലിയ വിലയായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് സംയുക്തമായി ഇവർ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ചൈന പ്രതികരിച്ചിട്ടുണ്ട്. ഹനിയയുടെ കൊല ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള ലംഘനം തന്നെയാണെന്നാണ് ചൈനയുടെ പ്രതികരണം. പ്രത്യാക്രമണം നടത്താൻ ഇറാന് അവകാശമുണ്ട് എന്നും ചൈനയും തുറന്നടിച്ചിരിക്കുന്നു. ഏതായാലും ഗാസയിലും ഈ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 25 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതുവരെ 39,897 ഫലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 92,152 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് 10,000 ഖാൻ യൂനിസിൽ നിന്നും ഒഴിയാൻ നിർബന്ധിതരായി. വ്യാഴാഴ്ച നടക്കുമെന്ന് കരുതുന്ന പുതിയ വെടിനിർത്തൽ ചർച്ചയും പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന നിലപാടിലാണ് ഹമാസും. ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ആക്രമണം ഉണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയെ നൽകിയിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ അത്തരമൊരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അമേരിക്ക അറിയിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുകയാണെന്നും വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാം, ആ ഒരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.